السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനാത്ത്, എല്ലാ ദിവസവും നിങ്ങളോട് ഓരോ വിഷയങ്ങളും പറയാറുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. പക്ഷേ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ അവിടെ ഇമാം ജമാഅത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റക്അത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ പിന്നെ പള്ളി നേരെ വന്നാൽ അതിലേക്ക് ജമാഅത്തിലേക്ക് തുടരാണ് വേണ്ടത്. അതില്ലാണ്ട് തഹിയ്യത്ത് നിസ്കരിക്കൽ ഖറാത്താണെന്നൊക്കെ ഇന്നലെ പറഞ്ഞു. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇപ്പോൾ ചില വീടുകളിൽ പള്ളിയാക്കുന്നതുണ്ട്. ഓരോ വീടുകളിൽ വെച്ചുകൊണ്ട് ഒരു സ്ഥലം എന്താക്കുന്നു, നിസ്കരിക്കാനുള്ള പ്രത്യേകമായ സ്ഥലമായി നാം തയ്യാർ ചെയ്യാറുണ്ട്. ഓരോ വീടുകളിലും വലിയ വലിയ വീടൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീടുകളിൽ നാം എന്തു ചെയ്യുന്നു, അവിടെ പള്ളിക്ക് വേണ്ടി ഒരു റൂം, പ്രത്യേകമായ ഒരു റൂം ഉണ്ടാകും. ആ റൂമിൽ എല്ലാ ആളുകളും, ആ വീട്ടിലുള്ള ആളുകളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി റൂം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവർ അവിടെ തന്നെ നിസ്കരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് വീട്ടിൽ എന്താണ് ഒരു പള്ളി പോലെ നടന്ന കാര്യങ്ങൾ ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അങ്ങനെ ആ റൂം എന്താക്കിയ ഒരു വീട്ടിലുള്ള റൂമിനെ നിങ്ങൾ പള്ളിയായി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ റൂം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന് വഖഫ് ചെയ്തു, ഇത്ര കാണുന്ന ആ റൂം മൊത്തം അള്ളാഹുവിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അത് പള്ളിയായി പോകും. സാധാരണ പള്ളീൻ്റെ ആ നിയമം തന്നെ ആ പള്ളിക്കും ബാധകമാകും. പള്ളി നിസ്കരിക്കുന്നത് പോലെ തന്നെ ആ പള്ളി നിസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആരും ചെയ്യാറില്ല. ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു റൂമിൽ എന്താക്കുന്നത് വഖഫ് ചെയ്യാറില്ല. വഖഫ് ചെയ്താൽ എന്താകും, പള്ളി പോലെ തന്നെ ആകും. പിന്നെ അത് ആ വീട് വിൽക്കാൻ തന്നെ പറ്റില്ല. വിൽക്കുമ്പോൾ ആ റൂമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ റൂം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അള്ളാഹുവിൻ്റെ വീടായി തന്നെ അത് മാറുക. അത് വളരെ ശ്രദ്ധിക്കണം. നാം വഖഫ് ചെയ്താൽ പിന്നെ അത് പള്ളിയായി മാറും. വഖഫല്ലാണ്ട് ഇത് പ്രത്യേകമായ ഒരു റൂമാക്കിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി എന്നുള്ള നിലക്ക് ഒരു വൃത്തിയാക്കി വെച്ച് ഈ റൂമിൽ നമ്മളെല്ലാം കൂടി നിസ്കരിക്കുന്ന നിലക്ക് വഖഫ് ചെയ്യാണ്ട് വെച്ചാൽ വിരോധമില്ല. അത് ചെയ്യൽ നല്ലതാണ്. വൃത്തിയാക്കുക, അവിടെ എന്താക്കുക, കുട്ടികളൊന്നും ആരും പോകാതിരിക്കുക, എന്നിട്ട് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് അത്തറൊക്കെ ഇടുന്ന നല്ല സുഗന്ധം പൂശിയതൊക്കെ ചെയ്യൽ നല്ലതാണ്. അത് ആയിഷ റളിയല്ലാഹു റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുമുണ്ട് എന്നുള്ള ഹദീസിൽ കാണുന്നുണ്ട്. ആകയാൽ ഒരു റൂം, നമ്മൾ വീട്ടിലുള്ള റൂമിന് എന്താക്കുക, പ്രത്യേകമായി ആ റൂം നിസ്കരിക്കാനുള്ള റൂമായി നമ്മൾ വെക്കുന്നു. നല്ല വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ട് എന്തില്ല, അതൊക്കെ നല്ലതാണ്, സുന്നത്തുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ റൂം ഞാൻ പള്ളിയായി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിപ്പോവും, അത് പള്ളീൻ്റെ നിയമം തന്നെ അതിൽ വരും. അതുകൊണ്ട് എല്ലാ വീടുകളിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക തന്നെ വേണം. പള്ളിയാകുമ്പോൾ പിന്നെ എല്ലാ നിയമം അവിടെ പെടുമല്ലോ. അപ്പോൾ ആ വീട്ടിലുള്ള റൂം നമ്മൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ പ്രത്യേകമായ റൂമാക്കി വെക്കുന്നേ ഉള്ളൂ. ഇത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി ഈ കാണുന്ന ഈ റൂം ഇത്ര ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി വഖഫ് ചെയ്തു, ഈ സ്ഥലം പള്ളിയായി ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പള്ളിയായി പോകും ആ റൂം. അതുകൊണ്ട് അങ്ങനെ ആരും വഖഫ് ആയി വെക്കുന്നതായി കാണുന്നില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ വീട് വിൽക്കാൻ തന്നെ പറ്റൂല. അത് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിതിവിടെ വന്നത്. അത് വരാൻ കാരണം എന്നോട് ഒരാൾ പറഞ്ഞത് കൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ പിന്നെ പറയേണ്ടി വരുമല്ലോ. ചിലപ്പോൾ എൻ്റെ വാക്കിൽ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും പിഴവുകൾ വന്നാൽ അതൊക്കെ പണ്ഡിതന്മാർ തിരുത്തി തരണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, വീടുകളിൽ റൂം വീടുകളിൽ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യാത്ത നിരക്കുള്ള സാധാരണ പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകമായ റൂം ഉണ്ടാക്കുന്നുണ്ട്. അത് വഖഫായി, ഇത് പള്ളിയായി വഖഫ് ചെയ്യുമ്പോൾ അവിടെ ബുദ്ധിമുട്ടാകും. അല്ലാതെ നിനക്ക് പള്ളിയായി വൃത്തിയായി വെക്കുന്നതുകൊണ്ട് റാഹത്താട് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. വഖഫ് ചെയ്താൽ പള്ളീൻ്റെ എല്ലാ ഹുക്കുമും അവിടെ ബാധകമാകുമെന്ന് പ്രത്യേകമായി ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, വീടുകളിൽ പള്ളി പോലെ ആക്കി വെക്കൽ. പള്ളി എന്ന് പറഞ്ഞാൽ വഖഫല്ല, പള്ളീൻ്റെ അതേപോലെ വൃത്തിയായി വെക്കുന്ന സംവിധാനം നല്ലതാണ്. കാരണം അനീഷ ബിനു
റവത അൻ അബീഹി അൻ ആയിഷത കാലത്ത് അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ആയിഷ അള്ളാഹുവിന് പറയാണ് ബിനാൽ മസാജി ഫി ദൗരി വൻ തനല്ലഫ വ തതയ്യിബ് എന്നൊക്കെ പറയുന്നത് കാണാം. അവിടെ വൃത്തിയാക്കുകയും സുഗന്ധമോശയും ആ പള്ളിയിൽ അത്തറും അതൊക്കെ തേച്ചുകൊണ്ട് ആ പള്ളിൻ്റെ റൂമിൻ്റെ ഉള്ളിലുള്ള വീടുണ്ടാവില്ല, വീടിൻ്റെ ഉള്ളിൽ റൂമിനെ നിങ്ങൾ വൃത്തിയാക്കി വെക്കൽ അത് നല്ലതാണ് എന്ന്, അത് വെക്കൽ നല്ലതാണ്, സുന്നത്തുൽ കാര്യം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണുന്നുണ്ട് ഹദീസിൽ. ഇരിക്കട്ടെ, പിന്നെ വീടുകൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ, വീട്ടിലെ റൂം ഞാൻ പറഞ്ഞല്ലോ പള്ളിയാക്കുക എന്ന് പറഞ്ഞാൽ, പള്ളിയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ വീടുള്ള ഒരു റൂം നിങ്ങൾ പള്ളിയായി വഖഫ് ചെയ്താൽ മറ്റു പള്ളികളെ പോലെ തന്നെ അതിൻ്റെ പുണ്യങ്ങളുണ്ട്, അത് യാതൊരു കുറവും വരില്ല. പിന്നെ അതിൻ്റെ ഉടമാവകാശം അള്ളാഹുവിനായി. പിന്നെ ആ പള്ളിയായി വഖഫ് ചെയ്താൽ പിന്നെ എൻ്റെ റൂം എന്ന് പറയാൻ പറ്റൂല, അത് പിന്നെ അള്ളാഹുവിൻ്റെ വീടായി. പിന്നെ ആ റൂം ഏതായി? അള്ളാഹുവിൻ്റെ റൂമാണ്, അള്ളാഹുവിൻ്റെ പള്ളിയാണ്. അല്ലാതെ ഇതെൻ്റെ റൂമാണ് പ്രത്യേകം പൂട്ടിയിട്ടിച്ച് ഇതെൻ്റെ റൂമാണ്, ഞാൻ വഖഫ് ചെയ്ത പള്ളിയാണ്, അതുകൊണ്ട് അത് എൻ്റെ തന്നെ എന്ന് പറയാൻ പറ്റൂല. ആ റൂം പിന്നെന്തായി? വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂം മൊത്തം അത് പള്ളിയായി മാറും. വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ പറയുമ്പോൾ അത് ഫത്വൽ മൊയിലുമുണ്ട്, അത് പിന്നെ ഹാജിലൊക്കെ ഈ വിഷയങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. ആകയാൽ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. റൂമുകളിൽ നമ്മൾ പ്രത്യേകമായി വൃത്തിയാക്കി, അത് പറയുന്നത് വൃത്തിയാക്കുക, സുഗന്ധം വൃത്തിയാക്കുക, അതുപോലെ തന്നെ സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ പള്ളിയായി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പള്ളിൻ്റെ ഹുക്കുമും അവിടെ വിധി വരും. അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മളെ വീട്ടിലൊക്കെ പള്ളിയായി വഖഫ് ചെയ്യുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. അറിയാത്ത ആരെങ്കിലും വലിയ കൊട്ടാരം കെട്ടും, എന്നിട്ട് ആ കൊട്ടാരത്തിൻ്റെ ഏതെങ്കിലും വലിയ റൂം എന്താക്കും, അത് നിസ്കരിക്കാൻ വേണ്ടി വെക്കാണ്, വൃത്തിയാക്കി വെക്കാണ്. അല്ലാതെ ആ റൂം പള്ളിയായി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അത് പള്ളീൻ്റെ ഹുക്കും പോലെ ആയിപ്പോകും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ നിയത്ത് വെക്കുമ്പോൾ വഖഫ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാൻ, നല്ലത് പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പോൾ ലോകത്ത് എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹു തആല നോക്കുന്നവർക്കും ഇത് കാണുന്നവർക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു